ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും ഇല്ല കളി തീ കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാനെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെ ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം നാടകമേ ഉലകം നാടകമേ ഉലകം. ഇലക്ഷൻ സമയത്താണ് നാട്ടിലെ കണ്ണിലുണ്ണികളെയും നാടിൻ്റെ നെഞ്ചിടിപ്പ് കൃത്യമായി അറിയാവുന്നവരെയും ധീരതയോടെ നയിക്കുന്ന ഓമന നേതാക്കളെയും നമ്മൾ കാണുന്നത്. ഉയരും കൊടികളുമേന്തി വരും യുവജനകോടികളെ മുന്നോട്ട്, പ്രോഗ്രസ് കാർഡ് ഒപ്പിട്ടു വാങ്ങാൻ നിൽക്കുന്ന പള്ളിക്കുടം വിദ്യാർത്ഥികളുടെ മുഖഭാവമാണ് പ്രകടന പത്രികയും കയ്യിലേന്തി വരുന്ന നേതാക്കളിൽ പലർക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനിൽ മാത്രം ഞങ്ങൾ വർക്ക് ചെയ്യും, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും, മറ്റു ഡിവിഷനുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഇലക്ഷൻ എത്തും മുമ്പേ നടന്നുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന കാര്യപരിപാടികളുമായി നാടകമേ ഉലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാടകമേ ഉലകം നാടകമേ ഉലകം. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്ന കാര്യത്തിൽ UDF പ്രവർത്തകർ മാനസികമായും ശാരീരികമായും തലങ്ങളിലായിരുന്നു. ഇപ്പോൾ ഒരു കമൻസും പറയണില്ല, ഞാൻ പിന്നെ പറയാം. മത്സരിക്കണമെന്ന് വിചാരിക്കണു, ഉറപ്പിച്ചിട്ടില്ല. പാർട്ടി സീറ്റ് തരണ്ടേ നല്ല. കള്ളപ്പലിശക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഏത് തരത്തിലെങ്കിലും തോൽപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ വിമതന്മാർ ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കുന്നത്. കൂടരഞ്ഞി, കൂമ്പാറ, കോടഞ്ചേരി, തിരുവമ്പാടി, പുതുപ്പാടി എന്നിവിടങ്ങളെല്ലാം ഞങ്ങൾ മുന്നണിയിൽ മത്സരിച്ച സ്ഥലങ്ങളാണ്. അതുപോലെ നാദാപുരം, കോഴിക്കോട് ടൗണിലൊക്കെ ഞങ്ങൾ പല സ്ഥലങ്ങളും മത്സരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നടന്ന ഈ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സീറ്റ് വിഭജന ചർച്ചയിലും അതേപോലെ കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഒരു പരിഗണനയും RSPക്ക് അവർ നൽകിയിട്ടില്ല. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കങ്ങളിൽ പലർക്കും ജനങ്ങളെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല. നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെ നീക്കൊരു ദുഃഖസിംഹാസനം നൽകി തപ്തനിശ്വാസങ്ങൾ ചാമരം വീശുന്ന ഭഗ്നസിംഹാസനം നൽകി. മിനിമം ഒരു മെമ്പറെങ്കിലുമായിട്ട് വേണം ജനങ്ങളെ കണക്കിനൊന്ന് സേവിക്കാനിറങ്ങാൻ. അല്ലെങ്കിൽ പിന്നെ മനസമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പറ്റുമോ? UDFന്റെ കാര്യമല്ല, പൊതുവേ പറഞ്ഞതാ. 14-ാം വയസ്സ് മുതൽ മുദ്രാവാക്യം വിളിച്ച് തലമ്പിച്ച കയ്യായത് കണ്ടാ തോന്നുമോ? UDFന്റെ കാര്യമല്ല, പൊതുവേ പറഞ്ഞതാ. പൊതുവേ പറഞ്ഞത് മതി. ഞങ്ങൾ ഒരിക്കലും പിഴപ്പിച്ചിട്ടില്ല, ആരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല. പത്തനംതിട്ടയിലെ പ്രശ്നങ്ങൾക്ക് വളരെ രമ്യമായ പരിഹാരമുണ്ടായി. പത്രികാ സമർപ്പണത്തിനെത്തിയവരുടെ തിരക്ക് കണ്ടാൽ നമുക്ക് ബോധ്യമാകും ഈ നാട്ടിൽ ഇത്രയും ജനസേവകരുണ്ടോ എന്ന്. ഇതെവിടേക്കാ കയറുന്നേ? ആളുകൾ കണ്ടൂടെ? ഓ, ഞാൻ നോക്കിയില്ല. ഏതാണ്ട് ഈ രീതിയിലായിരുന്നു അർപ്പണബോധം. ഉയരും കൊടികളുമേന്തി വരും യുവജനകോടികളെ മുന്നോട്ട്, UDFലാണ് സീറ്റ് മുറിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് ഏറെ തർക്കങ്ങൾ നടന്നത്. കേക്ക് മുറിക്കുന്നത് പോലെ അല്ലല്ലോ ഇത്. പുനഃസംഘടനായാഗം വേണ്ട രീതിയിൽ ഫലം കണ്ടില്ലെങ്കിലും
UDFിൽ എല്ലാം ശാന്തമാണെന്നാണ് സുധീരതന്ത്രികൾ പറയുന്നത്. പത്തനംതിട്ടയിലെ പ്രശ്നങ്ങൾക്ക് വളരെ രമ്യമായ പരിഹാരമുണ്ടായി. ഞങ്ങളുടെ വെള്ള എന്ന് പറയുന്ന കോൺഗ്രസ് കുപ്പായം പലരും അഴിച്ചു വയ്ക്കാൻ തീരുമാനിക്കുകയാണ്. മറ്റ് ചില ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതെല്ലാം പരിഹരിച്ചു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഡിവിഷനിൽ മാത്രം ഞങ്ങൾ വർക്ക് ചെയ്യും, ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും. മറ്റു ഡിവിഷനുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കില്ല. പക്ഷേ ഇവിടെ പറയുന്നത് പോലെ അല്ല അങ്ങ് ഡൽഹിയിൽ ചെന്ന് സുധീരതന്ത്രികൾ പറയുന്നത്. ഉമ്മച്ചൻ മന്ത്രികൾക്ക് അത് നന്നായി അറിയാം. LDFിൽ അങ്ങനെ പറയത്തക്ക തർക്കങ്ങളൊന്നും നടന്നില്ല. അല്ല, അങ്ങനെ തർക്കിച്ചു നിൽക്കാനുള്ള സമയവുമില്ല. മിസ്റ്റർ നടേശൻ്റെ മൂന്നാം മുന്നണിയെ എങ്ങനെ നേരിടാമെന്നുള്ള കൂലങ്കഷമായ ചിന്തയിലാണ് നേതൃനിര. പാർട്ടിയെ സംബന്ധിച്ച് അത് മറ്റ് ദോഷമൊന്നും ചെയ്യുന്നൊരു കാര്യമല്ല. കാരണം ഈ പറയുന്ന ആള് നാട്ടിലെല്ലാവർക്കും അറിയാം. ஒருவன் முதலாளி உலகில் மற்றவன் தொழிலாளி விதியை நினைப்பவன் ஏமாளி அதை வென்று முடிப்பவன் அறிவாளி. ത്രിതല പഞ്ചായത്തിൽ ചെങ്കൊടി പാറിപ്പിക്കണമെങ്കിൽ ത്രിലോകജ്ഞാനിയായ സാക്ഷാൽ അച്യുതേവന്റെ കൃപ തേടുക എന്നുള്ളതായിരുന്നു ഏക പോംവഴി. VS അധ്യാപക നിയമനത്തെ സംബന്ധിച്ചും കുട്ടികളുടെ അഡ്മിഷനെ സംബന്ധിച്ചും പറഞ്ഞപ്പോൾ അത് വായിച്ച് കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞത് ഞാൻ പുച്ഛിച്ചു തള്ളുന്നുവെന്നാണ്. അപ്പോൾ VS പിന്നീട് എന്ത് ചെയ്തു? ഇതാ നിങ്ങൾ കാട്ടിയ മൈക്രോ ഫൈനാൻസിനെ സംബന്ധിച്ച് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. മിസ്റ്റർ നടേശന്റെ നേർക്ക് തൊടുത്തുവിട്ടത് കോഴാസ്ത്രമായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ എന്നെ പള്ളു പറയുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്റെ കണക്ക് ഞാൻ ചോദിച്ചതിന് എന്നെ എന്ത് വേറെയും പള്ളു പറഞ്ഞു. കണക്ക് വയ്ക്കേ എന്നാണ്. 1 ലക്ഷം രൂപ കൊടുത്ത് യോഗത്തിൽ അംഗമായാൽ കണക്ക് കാണിക്കാമെന്ന മറ്റൊരസ്ത്രം മിസ്റ്റർ നടേശൻ തിരിച്ചയച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരണം നന്നായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും ഉണ്ടായത്. പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോവുകയാണല്ലോ, അതിന്റെ സ്ഥിതി തന്നെയായിരിക്കും. അപ്പോഴാണ് മിസ്റ്റർ നടേശന്റെ നേർക്ക് ബിജു രമേശ് മറ്റൊരസ്ത്രം തൊടുത്തുവിട്ടത്. പാർട്ടികളെല്ലാം തന്നെ ഈ SNDPയുടെ പിന്നിലുള്ള വോട്ട് ബാങ്ക് ആണ് ലക്ഷ്യമിട്ട് നിന്ന് എന്നുള്ള വസ്തുത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കോൺഗ്രസ് ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, അവരുടെ രണ്ടുപേരുടെയും മനസ്സിൽ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ മകനെ അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അന്വേഷണം നേരെ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് അവരുടെ LDF ഇവർക്ക് അനുകൂലിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ, പക്ഷേ അതൊന്നും ഉണ്ടാകില്ല എന്ന വസ്തുത മനസ്സിലാക്കാൻ കഴിയണം. ആ കസേരയ്ക്കാണ് വില. കസേരയിൽ ആരിരുന്നാലും ജനങ്ങൾ ആ കസേരയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഉമ്മച്ചനും വിജയസാറുമൊക്കെ ഈ രമേശാസ്ത്രം കണ്ട് സന്തോഷിച്ചു. ഇതാണ് സമയം. ഞെട്ടിക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരേണ്ടത് ആവശ്യമാണ്. സത്യം പുറത്തു വരുന്നതിന് ശാശ്വതീയാനന്ദ സ്വാമിയുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്ക് കൂടി സ്വീകാര്യമായ രീതിയിലുള്ള അന്വേഷണമാണ് ഉണ്ടാകേണ്ടത്. അന്വേഷണം വരുന്നതാണ് നല്ലത്. കാരണം സത്യം പുറത്തു വന്നേ മതിയാവൂ. സത്യം പുറത്തു വരേണ്ടത് ആവശ്യം. ആദർശങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കൊണ്ടുവരികയും വേണം. ശാശ്വതീയാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വളരെ വിശദമായി അന്വേഷിച്ചതാണ്. അത് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിട്ടുള്ളതുമാണ്. ഇനിയും കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഈ വെളിപ്പെടുത്തലുണ്ടെങ്കിൽ 173(8) CRPC അനുസരിച്ചുണ്ടെങ്കിൽ അത് അന്വേഷണ ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്. സ്വയം പര്യാപ്തമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ പൊരുതും. എടോ, ഇപ്പോഴത്തെ മൂല്യച്യുതിക്ക് കാരണം എന്ത്? അതിനെല്ലാത്തിനും എന്റെ കയ്യിൽ പ്രതിവിധിയും നയങ്ങളുണ്ട്. മദ്യത്തെ പറ്റി എന്റെ നയം തനിക്കറിയാലോ. അറിയാം. എന്തായാലും പുനരന്വേഷണ സാധ്യത ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. സത്യം പൂർണ്ണമായും പുറത്തു വന്നു എന്ന് ജനങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വെള്ളാപ്പള്ളി കുരുക്കൾ ഇതൊന്നും കേട്ട് ഞെട്ടാൻ പോകുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ കേസ് തെളിയിച്ചാൽ തല മൊട്ടയടിക്കുമെന്നും കാശിക്ക് പോകുമെന്നും പറഞ്ഞ് എല്ലാരെയും ഞെട്ടിച്ചു. അനാവശ്യമായി ആരോപണം ഉന്നയിച്ചവരെ ഇത് അസത്യമാണെന്ന് തെളിഞ്ഞാൽ അവരുടെ പേരിൽ നിയമ നടപടികൾക്ക് ഗവൺമെന്റ് തയ്യാറാകണമെന്നും ഒരു പ്രമേയം കൂടി പാസ്സാക്കും. എന്തായാലും ഞെട്ടാനും ഞെട്ടിക്കാനുമുള്ള ഐറ്റങ്ങളുമായി
ത്രിതല തെരഞ്ഞെടുപ്പ് ഒന്ന് ഉഷാറാകുമെന്നുള്ളത് ഉറപ്പാണ്. നാടകമേ ഉലകം, നാടകമേ ഉലകം. കാലിൽ തൊട്ടുതൊഴലും നടുവളച്ച് നേതാവിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കലും അത് കണ്ട് നിർവൃതിയടയുന്ന നേതാക്കന്മാരുടെ പടങ്ങളുമൊക്കെ പത്രത്തിൽ അടിച്ചു വരാറുണ്ട്. പക്ഷേ അത് കേരളത്തിലല്ലെന്നുള്ള സന്തോഷം മലയാളീസിനുണ്ടായിരുന്നു. ദേ ഈ ചിത്രം കാണും വരെ. നിയമസഭാ വളപ്പിൽ കൊയ്ത്തിന് വന്നതായിരുന്നു ശക്തൻ തമ്പുരാൻ, സോറി ശക്തൻ നാടാർ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും കെട്ടുള്ള ചെരുപ്പ് ഇങ്ങനെ ഒരു കെട്ടിൽപ്പെടുത്തുവെന്ന് സർവശക്തൻ അറിഞ്ഞതേയില്ല. കുനിയരുതെന്ന് ഡോക്ടറുടെ നിർദ്ദേശമുണ്ടത്രേ. കണ്ണിനും അപൂർവ രോഗമുണ്ട്. 10,000 പേരിൽ ഒരാളിനോ 1,00,000 പേരിൽ ഒരാളിനോ ഒക്കെ വരാവുന്ന വളരെ സീരിയസ് ആയ ഒരസുഖം. ബന്ധപ്പെട്ട ഡോക്ടർമാർ എനിക്ക് നൽകിയിരിക്കുന്ന ഉപദേശം, ഒരു കാരണവശാലും കുനിയരുത്. കൈകൊണ്ട് വെയിറ്റുള്ള ഒരു സാധനവും എടുക്കരുത്. കണ്ണിൽ ചൂടടിക്കരുത്. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുത്ത ഒരു മുൻകരുതലാണ്. അതും ചെരുപ്പഴിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. അങ്ങനെയെങ്കിൽ അദ്ദേഹം പലതും കാണാതെ പോകുന്നത് മനഃപൂർവമല്ല. നിയമസഭയിൽ ലഡ്ഡു വിതരണം നടന്നതും കലഹമുണ്ടായതും ഒന്നും അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടിട്ടുണ്ടാവില്ല. ശാരീരിക അസുഖമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ചെരുപ്പിൻ്റെ വാറഴിക്കുന്നത് ഒരു തെറ്റാണോ? ചോദ്യം പൊതുസമൂഹത്തിനോടാണ്. അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി പറയേണ്ട ബാധ്യത നമുക്കാണ്. കാരണം ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ ജനങ്ങളാണല്ലോ. നാടകമേ ഉലകം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണും വരെ ഗുഡ് ബൈ. ഇന്നത്തെ നായകനാരെന്നഞ്ഞുക ചേര പിടിച്ചു വലിച്ചും
കളി ഈ കളി തമ്മിൽ കുത്തിപ്പോരിന് പോരും പുല്ലാണെ തമ്മിൽ തമ്മിൽ ചൊല്ലിയകന്നും വെല്ലുവിളിച്ചും പിന്നാലെ പോരും പിന്നെയും ഓട്ടിന് ചാട്ടം നാട്ടിന് കോട്ടം മുട്ടിന് കെട്ടിപ്പൊക്കും വീട്ടിന് ചട്ടം നാടകമേ ഉലകം നാടകമേ ഉലകം നിലയാകെ തെറ്റിപ്പിക്കിരി മാക്കിരി പോക്കിരി കാട്ടി കൊഞ്ഞണം ഇങ്ങനെ അങ്ങനെ തമ്മിൽ കുത്തും നാടകമേ ഉലകം മൂക്കില്ല മൂക്കന്റെ വാക്കിനു തൂക്കം നാക്കിന് താക്കം നോക്കിനു തക്കം ദിക്കാകെ തെറ്റി തിക്കി ചായ വളർത്തി മേനി മിനുക്കി പാരാകെ പാടി നടക്കും തന്നുടെ